ദേശക്കാരും ഓരോ ദേശക്കാരും അവരുടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ ഒന്നാം സ്ഥാനത്തെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇതിൽ ഒരു ഹീറ്റ്സിലും ഒന്നാം സ്ഥാനത്തെത്തുന്നത് അല്ല ഫൈനലിലേക്കുള്ള യോഗ്യത. ഒന്നാം സ്ഥാനത്തെത്തുന്ന ടീം ഫൈനലിലേക്ക് എത്തില്ല. അതിനപ്പുറം 6 ഹീറ്റ്സും കഴിയണം. 6 ഹീറ്റ്സും കഴിഞ്ഞ് ഏറ്റവും മികച്ച ടൈം രേഖപ്പെടുത്തുന്ന, ഏറ്റവും മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വെള്ളങ്ങളായിരിക്കും ഫൈനലിലേക്ക് എത്തുക. അതായത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ജലോത്സവത്തിൽ അത്ര സുപരിചിതല്ലാത്ത കാണികൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നാം സ്ഥാനത്തെത്തിയതുകൊണ്ട് ഫൈനൽ ഒരു ഷുവർ സീറ്റ് അല്ല. ഫൈനലിലേക്ക് എത്തില്ല. മികച്ച ടൈം നേടുന്ന 4 വള്ളങ്ങൾ, അതാണ് ഏറ്റവും ഒടുവിൽ ഫൈനൽ പോരാട്ടത്തിന് കലാശപ്പോരിനായി അണിനിരക്കുക. ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. നോക്കി നിൽക്കുക, കൺപാർത്തിരിക്കുക. ഇപ്പോൾ തന്നെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ സ്റ്റാർട്ടിംഗ് ബ്ലോക്കുകൾ ഉയരും. ഒരു എണ്ണയിട്ട എഞ്ചിൻ പോലെ, ഒരു ഹൈ പവർ മോട്ടറിൽ കുതിക്കുന്ന വള്ളങ്ങൾ പോലെ ആ ചുണ്ടൻ വള്ളങ്ങൾ ഒന്നൊന്നായി കുതിക്കാൻ പോവുകയാണ്. 2 കരകളിലും ഇരിക്കുന്ന ആരാധകർക്ക്, കാണികൾക്ക് ഇത് ആകാംക്ഷയുടെ, അത്യന്തം പ്രതീക്ഷയുടെ നിമിഷങ്ങളാണ്. തുടങ്ങാൻ പോവുകയാണ് ജയപ്രകാശ്. അതെ, ഇവിടെ എന്തോ പറഞ്ഞതുപോലെ ഒന്നാമതെത്തുന്ന വള്ളത്തിനല്ല ഫൈനലിലെത്തുക. ഈ ഹീറ്റ്സുകളിലെല്ലാം ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ എത്തുക എന്നുള്ളത്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇതാ എത്ര മനോഹരമാണ്. കളിവള്ളങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തുകിടക്കുകയാണ്. ആ സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സമ്പ്രദായമാണ്. അതുകൊണ്ട് തന്നെ പരാതിരഹിതമായിരിക്കും. വളരെ ശാസ്ത്രീയമായ സംവിധാനമാണ് ഈ ക്ലബിന്റെ ഭാരവാഹികൾ ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരാതിരഹിതമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കാണുന്ന വിജിൽ കൈനഗരി അല്ലെ, കാരിച്ചാൽ ചുണ്ടന്റെ ഒന്നാം തുടക്കാരൻ വിജിൽ കൈനഗരിയാണത്. വിജിൽ കൈനഗരി ഒന്നാം തുഴയിൽ, അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ആരാണ് ഒന്നാം തുഴയിൽ എന്നുള്ളത്. കാരിച്ചാൽ എന്നാലും ജലമേളകളിലെ ഒരു കേസിന് തന്നെ ഒരു വീരൻ തന്നെ അവൻ. കാരിച്ചാൽ ചുണ്ടനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. കാരിച്ചാൽ ചുണ്ടനാണ് 4ാമത്തെ ട്രാക്കിൽ അല്ലെ, 4ാമത്തെ നാലാം ട്രാക്കിൽ കാരിച്ചാൽ. ആ 4ാം ട്രാക്കിലാണ് കാരിച്ചാൽ മത്സരിക്കുന്നത്. ഏതാണ്ട് 17 പ്രാവശ്യം, 17 തവണ ഈ പുന്നമടക്കായലിൽ ഇതിഹാസം രചിച്ച വള്ളമാണ് കാരിച്ചാൽ. ജല ചക്രവർത്തിയാണ് കാരിച്ചാൽ. അങ്ങനെ കാരിച്ചാൽ, ജലചക്രവർത്തി കാരിച്ചാലുണ്ട്, ആനാരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്. 1988 ഈ പുന്നമടക്കായലിൽ നെഹ്റു ട്രോഫി മുത്തമിട്ട വെള്ളംകുളങ്ങര 2ാം ട്രാക്കിലും, 3ാം ട്രാക്കിൽ കരിവാട്ട ശ്രീവിനായകനും, 4ാം ട്രാക്കിൽ കാരിച്ചാലും. 1ാം ട്രാക്കിൽ ആനാരി, 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3ാം ട്രാക്കിൽ കരിവാട്ട ശ്രീവിനായകൻ, 4ാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ 4 ജലരാജാക്കന്മാരുടെ പടയോട്ടത്തിന് നിമിഷങ്ങൾ കഴിയുമ്പോൾ ആരംഭം കുറിക്കുകയാണ്. പുന്നമടക്കായലിന് തീ പിടിപ്പിക്കുന്ന തരത്തിലേക്ക് 4 ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടം അല്പസമയത്തിനകം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആരവം അങ്ങനെ മുഴങ്ങുകയാണ്. ആർപ്പുവിളികൾ ഉയരുകയാണ്. വിവിധ കരകളിൽ നിന്ന്, വിവിധ ബോട്ട് ക്ലബ്ബുകളുടെ ആ പ്രേക്ഷകർ അവരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. അവരെല്ലാം ആരവം മുഴക്കുകയാണ്. തങ്ങളുടെ വള്ളം ജയിക്കണം. അവരുടെ മനസ്സിലതാണ്, ആ ചിന്തയാണ്. അങ്ങനെ 21 ജലരാജാക്കന്മാർ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് 1ാം ഹീറ്റ്സിൽ 4 പേർ, അനാരി, വെള്ളംകുളങ്ങര, കരുവാറ്റ ശ്രീവിനായകൻ, കാരിച്ചാലടക്കം 4 ജലരാജാക്കന്മാർ 1ാം പാദ മത്സരത്തിൽ മാറ്റൊരുക്കുകയാണ്. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇതാ മത്സരം ആരംഭിക്കുവാൻ പോവുകയാണ്. എണ്ണം പറഞ്ഞു തുടയേറിയുന്ന ക്ലബ്ബുകളാണ്. കൈനഗരി ടൗൺ ക്ലബിന്റെ ആനാരി, സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ്, കായിപ്പുറത്തിന്റെ വെള്ളംകുളങ്ങര, മങ്കമ്മ ബോട്ട് ക്ലബിന്റെ കരുവാറ്റ ശ്രീവിനായകൻ, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്, വായ്പാറിന്റെ കാരിച്ചാൽ. അങ്ങനെ 4 ജലരാജാക്കന്മാർ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇതാ സ്റ്റാർട്ടിന്റെ വിസിലിന് വേണ്ടി കാത്തിരിച്ച സ്റ്റാർട്ട് സമ്പ്രദായമാണെങ്കിലും സ്റ്റാർട്ടർമാരുടെ വിധിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നിമിഷങ്ങൾ കഴിയുമ്പോൾ പുന്നമടക്കായലിന് തീപിടിക്കുകയാണ്. ഓളപ്പരപ്പിൽ ജലചക്രവർത്തിമാരുടെ ഓളപ്പരപ്പുകളെ കീറി മുറിച്ചുകൊണ്ട് വെള്ളത്തുള്ളികൾ അബ്രപാളികൾ പോലെ ചിന്നിച്ചുതറിച്ചുകൊണ്ട് കടന്നു വരുമ്പോഴത്തേക്ക് ഈ മത്സരം കാണുന്നതിന് വേണ്ടി പുന്നമടക്കായലിന്റെ ഇരുകരകളിലും 10,000 ലക്ഷങ്ങൾ ആർപ്പ് വിളികളുമായി കാത്തിരിക്കുന്ന മനോഹാരിതമായുള്ള കാഴ്ച, ചാരുതയാർന്ന കാഴ്ച. തെങ്ങോലകൾ അങ്ങനെ ബന്ധം വീശിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച.
ഈ കാഴ്ചകൾ അനവധിയാണ്. കാഴ്ചകൾ സുന്ദരമാണ്, അതിസുന്ദരമാണ്, മോഹനമാണ്, ആരെയും മോഹിപ്പിക്കുന്നതാണ്, കൊതിപ്പിക്കും. പുന്നമടയിലെ ഓരോ ഓളങ്ങളുടെയും ആ ഒഴുക്ക് പോലും. അപ്പുറത്തും ഇപ്പുറത്തുമായി അക്കരയും ഇക്കരയുമായിരുന്ന ഈ മത്സരങ്ങൾ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ, നിങ്ങൾ ഒരു നാടിന്റെ ഒരു പരിച്ഛേദമാണ്, ആവേശത്തിന്റെ, അഭിമാനത്തിന്റെ, കൂട്ടായ്മയുടെ പരിച്ഛേദമാണ് എന്ന് നിസ്സംശയം പറയാം. ലോകമെമ്പാടും വീക്ഷിക്കുകയാണ്, ലോകം ഉറ്റുനോക്കുകയാണ്. പുറം ലോകത്ത് ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശ തീപ്പൊരി അത് ടെലിവിഷനിലൂടെ കാണുകയാണെങ്കിൽ ഇവിടെ നേരിട്ട് വന്നനുഭവിക്കുക. പൂരം കൊള്ളണം എന്ന് പറയുന്ന പോലെ ജലോത്സവം നേരിൽ കണ്ട് അനുഭവിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരിൽ കാണുന്ന ആവേശവും അനുഭൂതിയും മറ്റൊരിടത്തും കിട്ടില്ല എന്ന് പറയാതെ വയ്യ. മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. മത്സരങ്ങൾ ഉടൻ തന്നെ ഇതാ ആവേശത്തിന്റെ പെരുമ്പറ മുഴങ്ങാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ആരായിരിക്കും ആഘോഷം തുടങ്ങുക എന്നുള്ളതാണ് അറിയേണ്ടത്. വള്ളംകളി ഹീറ്റ് നമ്പർ 1 ട്രാക്കിൽ ഇപ്പോൾ കുതിച്ചു പാവുകയാണ് ആനാരി ചുണ്ടൻ. ഹീറ്റ് നമ്പർ 1 തുടക്കമായിരിക്കുന്നു. വെള്ളംകുളങ്ങര ചുണ്ടൻ 2ാമത്തെ ട്രാക്കിൽ, 3ാമത്തെ ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, 4ാമത്തെ ട്രാക്കിൽ ജലോത്സവങ്ങളിലെ ജലമേളകളിലെ ചക്രവർത്തി കാരിച്ചാൽ ചുണ്ടൻ. 4 ചുണ്ടൻ വെള്ളങ്ങൾ കുതിക്കുന്നു. ഒരിക്കൽ കൂടി ആനാരി ചുണ്ടൻ ട്രാക്ക് നമ്പർ 1 കൈനകരി ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആനാരി ചുണ്ടൻ. ട്രാക്ക് നമ്പർ 2 സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ വെള്ളംകുളങ്ങര ചുണ്ടൻ. മങ്ങമ്പ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കരുവാറ്റ ശ്രീവിനായകൻ. 4ാമത്തെ ട്രാക്കിൽ 4ാമത്തെ ട്രാക്കിൽ ഇതാ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് പായിപ്പാട്ടെ. കാരിച്ചാൽ ചുണ്ടൻ കാത്തിരിക്കുക. ആദ്യ വരവാണ് കാരിച്ചാൽ ചുണ്ടൻ ഇക്കുറി ജലോത്സവ വേദിയിലേക്ക്. കാരണം അവർ പല ക്ലബ്ബുകൾക്കായി മത്സരിച്ച ചുണ്ടൻ ഇക്കുറി സ്വന്തം ടീമുമായി എത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് എന്ന പേരിൽ അവർക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? 71ാമത് നെഹ്റു ട്രോഫിയുടെ ഈ ആവേശപ്പോരിൽ അവർക്ക് അടയാളപ്പെടുത്താൻ കഴിയുമോ? ഒപ്പത്തിനൊപ്പമായി നിന്ന് പോരട്ടെ, ഒപ്പത്തിനൊപ്പം തുഴയെറിയട്ടെ, ഒപ്പത്തിനൊപ്പം നിന്ന് ആവേശം നിറയ്ക്കട്ടെ. അങ്ങനെ 1ാം ട്രാക്കിലൂടെ ആനാരി, 2ാം ട്രാക്കിൽ വെള്ളംകുളങ്ങര, 3ാം ട്രാക്കിൽ കരുവാറ്റ ശ്രീവിനായകൻ, 4ാം ട്രാക്കിൽ കാരിച്ചാൽ. അങ്ങനെ 4 ജനനായകന്മാർ ഒപ്പത്തിനൊപ്പം എണ്ണം പറഞ്ഞ് തുഴയെറിഞ്ഞു വരുന്ന മനോഹാരിതമായ കാഴ്ച. ഇതാ ഏതാണ്ട് 200 വാരയെത്തുമ്പോൾ ആരാണ് മുന്നിൽ, ആരാണ് പുറകിൽ പറയുവാൻ നിർവാഹമില്ല. 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന, അതെ 4ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന കാരിച്ചാൽ വ്യക്തമായ ലീഡ് കാഴ്ചവെച്ചുകൊണ്ട് വള്ളപ്പാടുകളുടെ പിന്തള്ളിക്കൊണ്ട്, എതിരാളികളെ പിന്തള്ളിക്കൊണ്ട് ജലചക്രവർത്തി കാരിച്ചാലിന്റെ തേരോട്ടം അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ ഏതാണ്ട് 100 വാരം എത്തുകയാണ്.